അപ്പം സത്യത്തിൽ എം ജി രാധാകൃഷ്ണൻ പോലുള്ള ഒരു സംഗീത സംവിധായകൻ നോട്ടമിട്ട ഒരു ഗായകനാണ് അത് തങ്കച്ചേട്ടൻ. ഞാൻ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ. അത് ഞാനൊരു ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് രാവിലെ സാർ അവിടെ വരും. അപ്പോൾ ഞാനവിടെ നിന്ന് പാട്ട് പാടും. അപ്പോൾ സാറ് കേട്ടിട്ട് വന്നിട്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നത് എന്നെ പരിചയപ്പെടുന്നു. അതിനുശേഷം സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് താല്പര്യമുണ്ട്. എത്ര ശമ്പളം കിട്ടും? അപ്പോൾ അന്ന് എനിക്ക് 1000 രൂപയുള്ളൂ. 1000 രൂപ. എത്ര വീട്ടിൽ കൊടുക്കും? 1000 വീട്ടിൽ കൊടുക്കും. ഓക്കെ. സംഗീതം പഠിക്കാൻ താല്പര്യമുണ്ടോ? അപ്പം ഞാൻ ഇങ്ങനെ തല പറഞ്ഞു. സ്റ്റാച്യൂവിൽ ഒരു ജാസ് ഹോട്ടലുണ്ട്. അവിടെ എനിക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ക്ലാസ്. സമയവും പറഞ്ഞിട്ടാണ് പോയത്. ഒന്നും തരണ്ടെന്നും പറഞ്ഞു. കൂടെ വന്നിരുന്നു ഒന്നും തരണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറങ്ങ് പോയി. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് സമയം കണ്ടെത്തി ഇറങ്ങണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് സമയം കണ്ടെത്തി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ സാറ് വരുമ്പോൾ ഞാനൊന്ന് എന്താ വരാത്തെ പറഞ്ഞ് എനിക്ക് ഈ ലീവ് ഇത് കിട്ടിയില്ല, റെസ്റ്റില്ല. നമുക്ക് പിന്നെ സമയം കണ്ടെത്തി വരണം, രണ്ടിനും സമയം കണ്ടെത്തണം. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെ വിളിക്കാൻ തുടങ്ങി.